ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ട്രിവിയൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല. ഇന്ന് പർച്ചേസാണ്. അപ്പം സ്കൂൾ ഏതാണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സ്കൂൾ തുറപ്പാണ്. അപ്പോൾ രണ്ടുപേരുടെയും സ്കൂൾ തുറപ്പാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസാണ്. അതെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസുകളെന്ന് കാണാനുണ്ട്. അവിടെ ഓട്ടമാണ് ഉണ്ടാശം. ഇങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. നമ്മൾ ഇപ്പോൾ നമുക്ക് വേറെ ഒന്ന് എന്താ പറയുക, കുറേ ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പം ലുലുവിലും പോകണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ തുറപ്പാണ് അല്ലേ മുത്തേ? അതെ, രണ്ടുപേരുടെയും സ്കൂൾ തുറപ്പാണ്. ഇപ്പം എന്തൊക്കെ മേടിക്കും മുത്തേ? നമ്മൾ ബാഗ് മേടിക്കും, പിന്നെ മേടിക്കും, ബുക്ക് മേടിക്കും, പിന്നെ എന്താണ് ബോക്സാ? ഓ, ബോക്സ്. എല്ലാം നടക്കായിരിക്കും തോന്നുന്നു. നമ്മള് മേടിക്കും. ഓൾറെഡി നമ്മൾ ബെഡെല്ലാം അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡൊക്കെ അറിയാമല്ലോ, നമ്മൾ അതിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. രാത്രി ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് അപ്രത്യക്ഷമായ നമുക്ക് ബെഡൊന്നും വെക്കാൻ പറ്റില്ല. അതല്ല, അതുകൊണ്ട് ബെഡെല്ലാം നമ്മൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തു. രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. രാവിലെ അല്ല, ഇവിടെ ഒരു 3-4 ദിവസം കൊണ്ട് മഴ തോരാതെ നിൽക്കുകയായിരുന്നു. ഇന്നെന്തോ ഉച്ചയ്ക്ക് ശേഷം നല്ല കാലാവസ്ഥ. പക്ഷെ എനിക്ക് മഴയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് മഴയത്ത് വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ മഴയത്ത് നമ്മൾ വെറുതെയൊക്കെ വണ്ടി എടുത്ത് നമ്മൾ പോകും. രാത്രി സമയങ്ങളിലാണ് കൂടുതലും പോകുന്നത്. അതെ, ഒരു ഭയങ്കര അവിടെ സെറ്റിലായി. ബെഡൊക്കെ റെഡിയാക്കി കൊടുത്തായിരുന്നു അവരുടെ. അതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്നെന്തോ ഒരു മഴ തോർച്ചയുണ്ട്. നമ്മൾ ഇന്നും ഇന്നലെ തീരുമാനിച്ചതല്ല, ഇത് 3-4 ദിവസമായില്ലേ പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയപ്പോ പിന്നെ ഒരാഴ്ച ഉള്ളു സ്കൂൾ തുറക്കാൻ. നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ എല്ലാത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളാണ് നമ്മുടെ ശക്തി. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളാണ്. സപ്പോർട്ട് ഇല്ലാന്നല്ല, നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളൊരു മാസമൊക്കെ ആയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അറിയാൻ നമുക്ക് പറയാൻ പറ്റില്ല. വേറെ എന്താ ചെയ്യുന്നത്? നമ്മളൊട്ടും പ്രതീക്ഷിച്ചല്ലേ ഇറങ്ങിയത്. ആളുകൾ അംഗീകരിക്കുവോ, കാണുവോ? അതെ, ഒരുപാട് കൺഫ്യൂഷൻസ് ആണല്ലോ. എല്ലാവർക്കും കാണും ഒരുപാട് കൺഫ്യൂഷൻസ്. നമുക്ക് ആൾക്കാർക്ക് പല വിധമല്ലേ. അപ്പൊ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഏതാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മള് പിന്നെ നമ്മളായിട്ട് മൈൻഡിൽ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ട്രാവൽ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീമാണ്. ഞങ്ങൾ നേരത്തെ ചെയ്യും, പിന്നെ ഒന്നും അങ്ങനെ കണ്ടന്റ് ആക്കി എടുക്കുക, റീൽസ് ഇടുക, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പെട്ടെന്നാണ് ചിന്തിച്ചത് എന്തായാലും യാത്രകൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിലിട്ടാലോ എന്നൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയതാണ്. പക്ഷെ നമ്മുടെ ഒരു ചെറിയ തോന്നലിൽ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട്, അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടും ഇതൊക്കെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ, നമ്മുടെ അതെ, നമ്മള് ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി കാണുമ്പോഴത്തേക്കിനെ ഒരു സബ്സ്ക്രൈബർ കൂടി പുറത്തുനിന്നൊക്കെ കമന്റ് വരുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതൊക്കെ എത്രത്തോളം എന്താ പറയാ പറയാൻ പറ്റത്തില്ല. മറ്റുള്ള യൂട്യൂബേഴ്സിനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മള് ഇതെന്തോ ഭയങ്കര വലിയ സംഭവമായിട്ടാണ്. നമ്മളൊരു കമന്റ് ഒക്കെ വന്നാൽ ഇരുന്ന് കുറെ നേരം അത് നോക്കുക, ബാക്ക് ഇറങ്ങുക, കയറി നോക്കുക, അതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. ഇപ്പം 5 മണിയായി. ഇനി ഒരുപാട് സമയമുണ്ട്. ഇനി നമുക്ക് 2 സ്ഥലത്ത് നമ്മൾ പെടും. പറഞ്ഞ് നീട്ടി വിറപ്പിക്കുന്നില്ല. സംസാരം നമ്മൾ ഇച്ചിരി തുടങ്ങിയ സംസാരം നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി പോയിട്ടൊക്കെ കാണാം. നമ്മുടെ ട്രിവാൻഡ്രമൊക്കെ വളരെ പ്രകൃതി രമണീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി. ഇവിടെ ഈ അല്ലെങ്കിൽ എയർപോർട്ടിലോട്ട് നല്ല ഭംഗിയാണ് അല്ലേ കാണാൻ. നല്ല നല്ല രസമാണ്. ട്രാഫിക് ഉണ്ട് നല്ല.
ഒക്കെ ഇടും താഴ്ന്ന് മേലോട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ പിങ്ക് കളറായിരുന്നു. പിങ്ക് കളറായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം ഒരു പ്രത്യേക കളറാണ്. അത് നല്ല രസമായിരുന്നു കാണാൻ അല്ലേ? നമുക്കിനി അങ്ങ് താഴെ പോയിട്ട് വളച്ച് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്നാണ് അവിടെ തിരിയുന്നത്. അപ്പോൾ ഈ വളഞ്ഞു വരണം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരുപാട് പേരിങ്ങനെ ഇവിടെ തന്നെ വണ്ടി ഇടും റോഡിലിട്ടിട്ടേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ വേണമെങ്കിൽ ഇടാം നമുക്ക്. പക്ഷെ നമ്മളിനി സാധനമൊക്കെ മേടിച്ച പിന്നെ മെനക്കേടാണ്. വണ്ടികൾ നിരന്ന് കിടക്കുന്നുണ്ട്. ഇതെല്ലാം ലുലുവിൽ വന്ന വണ്ടികളാണ്. കാരണം ഇവിടുന്നല്ലടാ അവിടുന്നേ ഉണ്ട്. അപ്പൊ ബ്രിഡ്ജ് മൊത്തം വണ്ടിയാണ്. നമുക്ക് പാർക്കിംഗ് സ്ഥലം കിട്ടുമെന്നോ? ഗൈസ് അങ്ങനെ നമ്മളില്ലോണ്ട ലുലുവിൽ എത്തി. വെളിയിൽ തന്നെ പാർക്കിംഗ് ചെയ്തു. അവിടെ തന്നെ പാർക്ക് ചെയ്തു. അകത്ത് സ്ഥലമില്ല. അകത്തൊട്ടും സ്ഥലം നമ്മളെ വെളിയിലിറക്കി വിട്ടൊന്നുമല്ല. ഇതായിട്ട് ഇടാം തമ്മിലല്ല. ലുലുവിൽ ഞങ്ങളെ വെളിയിലിറക്കി വിട്ടു പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ചാട്ടം രണ്ടുപേരും കൂടെ. ഡാങ്കുട്ടൻ പേടിച്ച് ഓടി. ഒരു ഫണ്ടൂറയുടെ എന്തോ ഒരു ഇത് കൊടുത്താണ് കേട്ടോ ഡാങ്കുട്ടന്. നോക്കട്ടെ, ഫ്രീ റൈഡാണ് കേട്ടോ. ഫ്രീ റൈഡ്, ഒരു ഫ്രീ റൈഡ് കിട്ടി. മെയ് 31 വരെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ റൈഡ് കിട്ടി ഡാങ്കുട്ടന്, ഒരു ഫ്രീ റൈഡ്. ഡാങ്കുട്ടങ്ങ ഇന്ന് ലുലുവിലെ കുതിര എടുക്കാനുള്ള ആൾക്കാരാണ് അല്ലേ ദീമ? കുതിര എന്നൊക്കെ പറഞ്ഞാൽ കുതിര അതുകൊണ്ട് ഫുൾ ആളാണ്. ആളെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലേ ഈ സ്കൂൾ തുറപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ നോർമലി ഡ്രസ്സൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ബസ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രെയിൻ, മെട്രോ, ലുലു മെട്രോ, ഫുള്ള് ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടല്ലേ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിട്ടോ ആൾക്കാർ വരും. തമിഴ്നാട്ടിലുള്ള ടൂറിസ്റ്റ് ബസ്സിലാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഫുള്ള് ഇവിടെ നോക്കാൻ കുറേ തമിഴ്നാട്ടുകാരാണ്. ഇതാങ്ങോട്ടെ. ഇതെന്തുവാ ഈ സാധനം? എന്തോ അത്? ഇതെന്തോ യോഗ മാറ്റ് പറ. യോഗ മാറ്റ് എന്തോ യോഗ മാറ്റ് ദാഗാഗെ. ആ ദാഗാഗെയാണ് ഗൈസ്. ഇതാണ് ദാഗാഗെ. ഇവൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ ഐസ്ക്രീം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബില്ലൊക്കെ കൊടുത്ത് ഇട്ടുമായിരിക്കും. എന്താ ആത്മാർത്ഥത. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കൊള്ളാം. നമ്മൾ വന്ന സംഭവം ഇവിടെ കണ്ട സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ച് ഇവിടെ ലുലു ബാക്സ് ടു സ്കൂൾ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നല്ലത് പറ്റുന്ന വാട്ടർ ബോട്ടിലാണ്. അതാകുമ്പോഴത്തേക്കിനും അവനിങ്ങനെ കളറ് വേറെ അത് പെൺപിള്ളേർക്കുള്ള. നീ അങ്ങനെ പറയില്ല. നീ ഒരുമാതിരി പെണ്ണ് ആണെന്ന് പിരിച്ചു പറയില്ലേ? അല്ല, കളറ് പിങ്ക് ലേഡീസ് ഉപയോഗിക്കുന്നല്ലേ. അവിടെ പോയി അത് കൊള്ളാം. പക്ഷെ അതില്ലല്ലേ. ഒലീവ് എടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് എന്താ പറയുക എരിവുള്ള ഒലീവാണ്. നമ്മൾ നോർമലി എടുക്കലില്ല. പക്ഷേ ഇന്ന് നോർമലി സാധാ ഒലീവാണ് എടുക്കൽ. ഇങ്ങനെയുള്ളതൊക്കെയാണ് എടുക്കൽ. ഇന്നിപ്പോൾ പ്രാവശ്യം നമ്മൾ കുറച്ച് എരിവുള്ളതാക്കി. എനിക്ക് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വായിൽ വെള്ളം നിൽക്കില്ല. ഈ അച്ചാറിൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് ഈ അച്ചാറുകളെ. അല്ലേ ദീമ? ദീമയ്ക്ക് എങ്ങനെ? ദീമ കണ്ട ഇപ്പോൾ ഇങ്ങനെ കുറേ നേരം നിന്നുണ്ട് ഈ സാധനം, ഈ ആപ്രിക്കോട്ടിൻ്റെ ജാം, അത് കുറച്ച് മേടിച്ചു കേട്ടോ. ഇവിടെ ഒരു അതിനകത്തൊക്കെ ഇറങ്ങി ഇവിടെ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും നമ്മൾ കൊണ്ടുവരരുതെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആശാൻ ലുലുവിൽ കയറി കുതിര എടുക്കാനുള്ള ആളെന്ന് പറഞ്ഞാൽ തലവേദനയായി പോയി.
ഭയങ്കര തിരക്ക്. ഇതിനകത്ത് എങ്ങനെയോ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അതിനകത്ത് സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കയറാൻ നിവർത്തിയില്ല. വണ്ടി ഇവൻ്റെ കുരുത്തക്കേടുണ്ടല്ലോ, ഇവൻ കരച്ചിൽ ഇതിനകത്ത് കയറിയിട്ട് ഒരു റെസ്റ്റ് തരാത്ത കരച്ചിലായിരുന്നു. അതിന് നേരെ തിരിച്ച് വീട്ടിൽ പോകാം. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് മേടിച്ച് നമ്മളെപ്പോൾ ലുലുവിൽ വന്നാലും മറ്റേ ചിക്കൻ പല ടൈപ്പ് ചിക്കൻ ഷവായ എല്ലാം കോംബോ ഓഫറുണ്ട്. അങ്ങനെ അത് മേടിച്ച് അതല്ലേ മേടിച്ചത്, ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ ഫുഡാണ്. ഞങ്ങൾ ഇത് പോകുന്ന വഴി കഴിക്കണം അത് ഏതെങ്കിലും നല്ല സ്ഥലത്ത് നല്ല വൈബ്. നമ്മുടെ വീട്ടിന്റെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട്. വീട്ടിലെ അവിടെ പോയിരുന്ന കഴിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? നല്ല വൈബൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നല്ല കാറ്റൊക്കെ. വീട്ടിനേക്കാളും വൈബുള്ള സ്ഥലം എവിടെ ഉണ്ട് ഇല്ലേ? സാധാരണ നമ്മൾ മേടിച്ചോണ്ട് കാറിൽ തന്നെ ഇരുന്ന് ഞാൻ ഇവർക്കെല്ലാം വാരി കൊടുക്കും. ഇവരെല്ലാം അതന്നെയാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. അതാണ്. പക്ഷെ അങ്ങനെ ഒന്നും വേണ്ട. അത്രയും വൈബ്, നല്ല കാറ്റ്, അത്രയും വൈബ് ഒന്നിനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എല്ലാരും പറയുന്ന അടുത്തൊരു സ്നേഹമില്ലാത്ത ഭർത്താവ്. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയ സ്ഥലങ്ങളാണ് ഈ ബീച്ചൊക്കെ. നിങ്ങൾ വീഡിയോ കണ്ടാണ്. ഈ ബീച്ചിലും പ്രകൃതി എല്ലാം കൊണ്ടുപോയി കാണിച്ചിട്ടാണ് കൊണ്ടുപോയത്. കണ്ടില്ലേ ചിക്കൻ പക്കോടയൊക്കെ അടിച്ച് കയറ്റും നിങ്ങൾ കണ്ടാണ്. ഞാൻ തന്നില്ല. എന്നിട്ടാണ് പറയുന്നത് ഇപ്പം വിഴിഞ്ഞത്തും പോയി. അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടില്ല. എല്ലാ ആഴ്ചയും വിഴിഞ്ഞത്താണെന്നും പറഞ്ഞ് ആളുകൾ പറയുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്താണ്. ആ സ്ഥലം ഏതാണെന്ന് അറിയാവോ? കോവളം ബീച്ചിലാണ്. ഇവിടെ ഒരാൾ പിണങ്ങിയിരുന്നത് കൊണ്ട് ഫുഡ് കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ വാരിയൊക്കെ തന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. മേഡം പ്രാവശ്യം പിണങ്ങിയായിരുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എവിടെ വന്ന് അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് കോവളത്ത്. പക്ഷേ ഇവിടെ ഒരു ആശ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മുടെ ബാക്കിലുണ്ടോ വന്നുറക്കം, നിങ്ങൾക്ക് കാണത്തില്ല ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ നമുക്ക് ഈ ഗോപ്രോ ആയതുകൊണ്ട് ഫ്ലാഷ് ഇല്ലാതെ നമ്മൾ ഈ ലൈറ്റ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഭയങ്കര മങ്ങലായിരുന്നു. പക്ഷേ നമുക്ക് ആ ബുദ്ധി അന്നേരം പോയില്ല. ഈ ലൈറ്റ് അത്യാവശ്യം വെട്ടമുണ്ട് അല്ലേ? നല്ല വെട്ടമുണ്ട്, കുഴപ്പമില്ല. ബീച്ചിലിരുന്ന് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ബീച്ച് ചിക്കൻ ഒന്നും പറയുന്നില്ലേ? ബീച്ചിലുണ്ട്. ഞാൻ ഇവിടുന്ന് ലുലു കഴിഞ്ഞ് ഏകദേശം പോയി ഒരു എത്ര കിലോമീറ്റർ പോയെന്നൊക്കെ ചോദിച്ചാൽ ഒരു 10 കിലോമീറ്ററിന് മേല് കഴക്കൂട്ടം അവിടെ അങ്ങ് പോയി. നമ്മുടെ സ്ഥലത്തേക്ക് തിരിയാനുള്ള റോഡിൻ്റെ അവിടം വരെ പോയി. അവിടെ പോയിട്ടാണ് പിന്നെ അവിടെ നിന്ന് യൂ ടേൺ എടുത്ത് ആ ബിൽഡിങ് കഴിഞ്ഞ് യൂ ടേൺ അടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നത്. അല്ലേ? ക്യാമറ കാണുമ്പോൾ ശരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ മഴ ജ്യൂസാണ്. എല്ലാവരും അഭിനയമാണല്ലോ എന്ന് പറയുന്നതാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്നാൽ പിന്നെ നമ്മൾ ഫുൾ എത്ര പണക്കുണ്ടെങ്കിലും ആക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കഴിയണം. ചിക്കൻ തുറക്കു ചെയ്യണം. ചിക്കൻ പൊട്ടിക്കാണ്ട് ഇതാണ് നമ്മൾ മേടിച്ച ചിക്കൻ കേട്ടോ. ഇതിനകത്ത് ഇത് കോംബോ ആണ്. 429 രൂപയ്ക്ക് കോംബോ ആണ്. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ വരും, ഒരു ഫുൾ ചിക്കൻ വരും, ഷവായി വരും, ഒരു അപ്പി പീസ് വരും. ഇതിനെന്ത് പറയാം, ഞാൻ പറഞ്ഞ തെറ്റിച്ച് ഒരാൾ കളിയാക്കും. ഇപ്പോഴെന്നു പറഞ്ഞത് മയോണൈസ്. അപ്പം നമ്മൾ മമ്മൂസ് എന്നൊക്കെ പറയാം, അറിയാലോ, നമുക്ക് പിന്നെ വായിൽ വരുന്നതാണ്. അപ്പം അതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഗാർലിക് പേസ്റ്റ് വരും. കുഴപ്പമില്ല, അത്യാവശ്യം വർത്താണ്. പക്ഷെ നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ കുറേ സാധനം നമുക്ക് മേടിച്ചില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കച്ചവടം വേണ്ട. നമ്മളെല്ലാത്തിനും ഇങ്ങനെ ലുലുവിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ലുലുവിനെതിരെ പറയില്ല, മീൻസ് നമ്മുടെ നാട്ടിലുള്ള പിടിച്ച ഷോപ്പുകാർക്കും എന്തെങ്കിലും കച്ചവടം വേണ്ടേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 വാട്ടർ ബോട്ടിലേ മേടിച്ചിട്ടുള്ളൂ. വേറെ പിള്ളേർക്ക് അങ്ങനെ മക്കൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു സൺഡേ കറക്കമെന്ന് വേണമെങ്കിൽ കൂട്ടം. അവരിപ്പോൾ ഉറക്കമായിരുന്ന ഒരാൾ ഇപ്പോഴാണ് എഴുന്നേറ്റത്. പുള്ളി ഇതാണ്ട് ഇപ്പോഴാണ്, പുള്ളി കടലെന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കാണാനേ. അപ്പോൾ ഇതേ ഇപ്പോഴാണ് എഴുന്നേറ്റാണ്ട് കടലൊക്കെ കാണുന്ന ഉറക്കമായിരുന്നു. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ഈ ബെഡ് മേടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് ദോഷമുണ്ട്. കാരണം എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സുഖമായിട്ടിരുന്നങ്ങ് ഉറങ്ങും. ഈ ബെഡ് കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്.
അപ്പം നമ്മുടെ ബെഡിൻ്റെ ഓൾറെഡി നമ്മൾ ഈ ബെഡ് മേടിച്ചതും അത് റിവ്യൂ ഒക്കെ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. കാറൊക്കെ ഉള്ള മക്കളെയും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 40-50 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സാധനം. കാരണം നമ്മൾ രാത്രിയിലൊക്കെ വരുമ്പോൾ അവർ ഒരു വാക്കില്ലാതൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇതിൽ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ച് ചിലപ്പോൾ താഴെ വന്ന് വീഴും, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു 2 മക്കൾ ഒക്കെ ഉള്ള ആളുകൾക്ക്, ഈവൻ 3 മക്കളുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. 2 മക്കളൊക്കെ ഉള്ളവർക്ക് വളരെ അടിപൊളിയായിട്ട് പോകണം. കടലിനാണ് കടി എന്ന് പറയുന്നത്. അങ്ങോട്ടാ കടലുണ്ടോ പൊന്നെ? കടൽ കൊള്ളാവോ? എൻ്റെ അടുത്ത് പിണക്കമാണ് കേട്ടോ. അതിനാണ് കാണിക്കുന്നത്. ഇത്രയും നേരമായിട്ട് ചിക്കൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തൊലിക്കുന്നത് കടിക്കാൻ പറ്റുമോ? സോറി, പല്ലിൽ വേലിയുണ്ട്. വേലിയുണ്ടെന്നൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. നമുക്കതൊക്കെ സിമ്പിളാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നു കൊള്ളാം. നമ്മളിത് ഈ മസാല ഉണ്ടല്ലോ ദീമ, ഈ മസാല നമ്മൾ ആദ്യം മേടിച്ച മസാല ഉണ്ടല്ലോ, ഫസ്റ്റ് മേടിച്ച മസാലയാണ്. പിന്നെ നമ്മൾ മേടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇത് മലബാർ സ്പൈസ് മസാല അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനമാണിത്. നമ്മൾ പൊതുവേ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ചില്ലി ഇല്ലേ, ഗ്രീൻ പെപ്പർ, കുരുമുളക് എല്ലാം കൂടെ വരുന്ന ഒരു സംഭവമാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മൾ ഈ സാധനമാണ് ആദ്യം മേടിച്ചത്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടുന്ന് ഇത് മേടിക്കുന്നത്. ഫ്രൈഡ് ചിക്കനും കൊണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ KFC കഴിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. ഇതില്ലേ ദീപ, KFC കഴിക്കാൻ ഇറങ്ങിയിട്ട് KFCയുടെ മുന്നിലെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും. KFC കഴിക്കാൻ വേണ്ടി വന്ന ആളുകളെന്നല്ലത്, ടോട്ടൽ ഫുഡ് കോർട്ടിൽ എന്ന് പറഞ്ഞാൽ ചെയർ പോലും കിട്ടില്ല. അവസാനമാണ് ഇവർക്ക് നമ്മൾ വീഡിയോ കണ്ടാണല്ലോ, 2 ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങി. പിന്നെ നമ്മളെ പല സാധനം കഴിക്കണമെന്ന് പ്ലാൻ ചെയ്ത് ലുലുവിൽ കയറും. ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഇത്രയും കാലമായിട്ടില്ലേ, നമ്മൾ ലുലു തുടങ്ങിയ കാലം തൊട്ട് നമ്മളവിടെ പോകുന്നുണ്ട്. അവസാനം നമ്മളതാണ്ട് ഈ സാധനം മേടിച്ചിട്ടാണ് ഇറങ്ങി വരും. ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഞങ്ങൾ വൻ പ്ലാനാണ് ദീമ. നമ്മൾ ഇപ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ട്രൈ ചെയ്യാം, ആ ചിക്കൻ ട്രൈ ചെയ്യാം, അങ്ങനത്തെ ഫ്രൈ ഉപയോഗിക്കാം, ഇങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുൾ പ്ലാനിൽ പോവും. ഈ ഫുൾ പ്ലാനിൽ പോയിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം മേടിച്ച് ഇറങ്ങി വരും. ഇനി ഇതാണ് ദീമയുടെ സർവിങ് പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ദീമയുടെ എല്ലാവർക്കും സർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൾ മേടിക്കാൻ പോയത് ഇങ്ങനെ തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് വീടെത്താറാകുമ്പം തീരും. ഇന്ന് ഇച്ചിരി പിണങ്ങി, ഇത് കടൽ കാണാൻ വേണ്ടി പിണങ്ങിയോണ്ട് ഗൈസ് ഞാൻ മടിച്ചത് വേറെ ഒന്നുമല്ല. 9 മണിയായി നമ്മൾ ലുലുന്ന് കറക്റ്റ് ഇറങ്ങിയപ്പോൾ. എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിനി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഇവിടം വരെ വരാൻ വേണ്ടി ഒരു 10 മണി എടുക്കും. 10 മണിയാകും. ഇപ്പോൾ 10 മണിയാണ്, കറക്റ്റ് 10 മണി കേട്ടോ. ഒരു 9:45 ആകും. ഞാൻ പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ വായിലോട്ടും വെച്ചത്. നമ്മളിവിടെ വരെ ഒരു 10 മണിയൊക്കെ ആകും. പിന്നെ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പം 12 മണിയാകും. അത് മടിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു മടി വന്നത്. പിന്നെ ഈ ഒരു വൈബ് അത് വേറെയാണ്. 12 മണിക്ക് വന്നിട്ടുണ്ടല്ലേ ദീമ? ഞങ്ങൾ 12 മണിക്ക് ഫുഡ് മേടിച്ചിട്ടാണ് കഴിച്ചിട്ട് ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കഴിച്ചത്, ഒന്നും ഓർമ്മയില്ല. രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ഈ വട്ട് കൂടും. നമ്മളിങ്ങനെ ഇറങ്ങും. ഇന്ന് അവക്കാണെങ്കിൽ പൊതുവേ എനിക്കാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, നിങ്ങൾ അങ്ങനത്തെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. രാത്രിയിലൊക്കെ ചിലപ്പോൾ വണ്ടി എടുത്തൊക്കെ ഇങ്ങനെ വരും. ഇതിപ്പോൾ കോവളത്താണ് വന്നത്. ലുലുന്ന് പിന്നെയും ഏതാണ്ട് 20-something കിലോമീറ്റർ ഉണ്ട് കോവളത്തെ. നമ്മൾ വീണ്ടും കോവളത്ത് വന്നു. ഇനി ഇൻഷാ അല്ലാഹ് തിരിച്ച് വീട്ടിൽ പോകണം. ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാം. പോകുന്ന വഴിയൊക്കെ നല്ല മഴയാണ്. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫാമിലിയിലൊക്കെ ഉള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നേരെ വീട് പിടിക്കുകയോ ഉറങ്ങുക എന്നുള്ള ലക്ഷ്യം മാത്രം. ഓക്കെ.